എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരിൻ. നമ്മൾ കുറച്ച് കാലത്തിന് മുമ്പ് നമ്മുടെ പേജിൽ ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ടാക്കിയത് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴും ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പല സ്ത്രീകൾ എന്നെ കാണുമ്പോൾ പറയും, ഡോക്ടർ അന്ന് പറഞ്ഞു തന്ന ആന്റി ഓക്സിഡന്റ് കുറേ സീഡുകളൊക്കെ നമ്മൾ പൊടിച്ചിട്ടുണ്ടാക്കിയൊരു ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറെ പേര് പറയാറുണ്ട് ആ ഉണ്ട ഇപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്നും ഞാൻ അതുപോലെ തന്നെ ഒരു ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ഒന്നല്ല കേട്ടോ. 2 ദിവസം മുമ്പ് വീട്ടിലെ വത്സലേച്ചി ഈ ഒരു ഉണ്ടാക്കിയിട്ട് തന്നപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, എന്നാൽ വേണ്ട എല്ലാ ന്യൂട്രിയൻസും നിറഞ്ഞ ഒരു ഉണ്ടയാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാമെന്ന് എനിക്ക് തോന്നിയത്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അവിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു അവിലുണ്ട എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്, അതിന്റെ ഗുണഗണങ്ങൾ. അപ്പോൾ ഓരോ ഭക്ഷണ പദാർത്ഥം ചേർക്കുമ്പോഴും എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് കൂടി നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ഇൻഗ്രീഡിയന്റ് അവിലാണ്. പിന്നെ ഉള്ളത് അതിലേക്ക് മധുരം ചേർക്കാനായിട്ട് വെല്ലം അഥവാ ശർക്കര, ജാഗറി, ചിരകി വെച്ച നാളികേരം, ഇത് നിലക്കടലയാണ്, ഇത് അണ്ടിപ്പരിപ്പാണ്. പിന്നെ അതിലേക്ക് വേണ്ട ചെറിയൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി 3-4 ഏലക്കയും ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്യാൻ പല സംഗതികളുണ്ട് കേട്ടോ. എള്ള് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിലക്കടലിന്റെ കൂടെ തന്നെ നമുക്ക് പൊട്ടുകടല വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഉണക്കമുന്തിരി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ, ഈ ഓരോ സംഭവങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് ന്യൂട്രിയൻസ്, പോഷകം എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ആള്, മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അവല്. നമുക്കറിയാം, അവല് എന്ന് പറയുന്നത് അരിയിൽ നിന്ന്, നമ്മുടെ നെല്ല് അരിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അന്നജം, കാർബോഹൈഡ്രേറ്റ് അഥവാ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഊർജം, കാലറി കൊടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടാൻ ആവശ്യമായിട്ടുള്ള, അവരുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാലറിയാണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് അവല് കൊടുക്കുന്നത്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മധുരം കൊടുക്കാൻ നമ്മൾ പഞ്ചസാരയോ കൽക്കണ്ടോ ഒന്നുമല്ല, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെല്ലമാണ് അല്ലെങ്കിൽ ശർക്കരയാണ്. കാരണം ഇതിൽ നിന്ന് അവർക്ക് മധുരം കിട്ടും, അതിന്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാലോ, അതും കാലറിയാണ്. പക്ഷെ ഇതിലൊരു എക്സ്ട്രാ ആളുണ്ട്, അതാരാ? അയേൺ, ഇരുമ്പ് സത്ത്. കുഞ്ഞുങ്ങൾക്ക് അനീമിയ അഥവാ വിളർച്ച ഉണ്ടാവാതിരിക്കാനുള്ള ഇരുമ്പ് സത്ത് നമുക്ക് ജാഗറിയിൽ അഥവാ ശർക്കരയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശർക്കരയാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മധുരത്തിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരകി വെച്ച നാളികേരമാണ്. നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഫാറ്റി ആസിഡ്. നമുക്കറിയാലോ, കൊഴുപ്പ് അത്യാവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഫാറ്റി ആസിഡ്സും ഫാറ്റും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു നാളികേരത്തിൽ എന്ന് പറഞ്ഞാൽ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കാനും ആഗിരണം ചെയ്യപ്പെടാനും അവരുടെ ഗ്രോത്തിനെ സഹായിക്കാനും ഇത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നാളികേരം ചേർക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 2 ആളുകള്. ഒന്ന് നിലക്കടല, രണ്ടാമത്തെ ആള് അണ്ടിപ്പരിപ്പ്. നിലക്കടല പ്രത്യേകിച്ചിട്ട്, നിലക്കടല പറഞ്ഞറിയാം, കടല, പയറ്, പരിപ്പ്, ഇതിലെല്ലാം ധാരാളം ഉള്ളത് എന്താണ്? പ്രോട്ടീൻ. കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് അന്നജവും അതുപോലെ തന്നെ പ്രോട്ടീനും. അപ്പോൾ ഈ പ്രോട്ടീന്റെ സോഴ്സ് ആയിട്ടാണ് നമ്മുടെ നിലക്കടല വർക്ക് ചെയ്യുന്നത്. അതേ പറഞ്ഞ പോലെ തന്നെ അണ്ടിപ്പരിപ്പിലും പ്രോട്ടീനും ഉണ്ട്, നല്ല ഫാറ്റി ആസിഡ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഗുഡ് ഫാറ്റി ആസിഡിന്റെ ഒരു സോഴ്സ് ആയിട്ടാണ് അണ്ടിപ്പരിപ്പ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ഇതിലും ആക്ച്വലി ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്നാക്കാണിത്. കാരണം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള അന്നജം, ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീൻ, ഇതെല്ലാം പ്ലസ് നമുക്ക് നല്ല രീതിയിൽ അയേണും കിട്ടുന്ന ശർക്കര കൂടി ഉള്ളത് കൊണ്ട് നല്ലൊരു സ്നാക്കാണ്. ഈ വൈകുന്നേരം വരുമ്പോൾ മാഗിയും അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ന്യൂട്രിയൻസും കിട്ടാത്ത സംഭവങ്ങൾ കൊടുക്കുന്നതിനും എത്രയോ നല്ലതാണ് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സ്നാക്കുകൾ. നമ്മൾ ആദ്യ സ്റ്റെപ്പായിട്ട് ആ പറഞ്ഞിരിക്കുന്ന വെല്ലം ഉണ്ടല്ലോ, ശർക്കര, ആ 1 ഗ്ലാസ് ശർക്കരയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് അതിനിപ്പോൾ ശർക്കരപ്പാവ്, നമ്മളറിയാലോ പാനി എന്നൊക്കെ പറയും, ശർക്കരപ്പാവ് ഉണ്ടാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു ലേശം നെയ്യ് ഇട്ടിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ നിലക്കടല, അത്രയും സംഗതികൾ. അപ്പൊ നെയ്യും ഈ പറയുന്ന പോലെ നല്ല ഒരു ഫാറ്റിന്റെ സോഴ്സ് ആണെന്ന് അറിയാലോ. ആ നെയ്യിലേക്ക് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും നിലക്കടലയും, ഇപ്പൊ നമ്മള് പൊട്ടുകടലയും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉണക്കമുന്തിരി ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഈ പറയുന്ന നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ഏലക്ക പൊടിച്ചിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് നമ്മൾ വറുത്ത് വെച്ച ആ നട്ട്സിലേക്കും നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന എക്സ്ട്രാ നെയ്യൊന്നും ആഡ് ചെയ്യണ്ട. ആ നെയ്യിൻ്റെ ഒരു ചെറിയ മണവും കാര്യമൊക്കെ അതിലുണ്ടാവുമല്ലോ, അതിൽ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് ഒന്ന്
അതിനെ ഒന്ന് ചൂടാക്കുക, അതിൻ്റെ ആ ഒരു പച്ചപ്പ് വിടാവുന്ന രീതിയിൽ മാത്രം. ഇനി ആ തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കടലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അവല്, പച്ച അവലാണല്ലോ, ആ അവല് അതേ ചീനച്ചട്ടിയിൽ തന്നെ, ആ ചീനച്ചട്ടിയല്ല അതേ ചട്ടിയിൽ തന്നെ ആ നെയ്യിൻ്റെ ആ ഒരു ചെറിയ ഒരു മാർദ്ദവൊക്കെ ഉണ്ടാവും, അതിലൊന്ന് ചൂടാക്കി അതിൻ്റെ ഒരു പച്ചപ്പ് പോകുന്ന രീതിയിൽ ഒന്ന് ചെറുതായി വറുത്തെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ആ ഒരു പാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അരിക്കുക. എന്തെങ്കിലും അതിൽ കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതാ കണ്ടില്ലേ, ഇപ്പം ചെറുതായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അത്ര പ്യുവർ ആവില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് അരിച്ച് ആ ഒരു പാവ് റെഡിയാക്കി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വെള്ളപ്പാവ് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും, തിളച്ച് ഒന്ന് കുറുകുന്ന അവസ്ഥ വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് ആ വെച്ചിരിക്കുന്ന നാളികേരം ഇത്തരത്തിൽ ഇട്ട് കൊടുക്കുക. ഇതാ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് നന്നായിട്ട് കുറുകി ആ പറയുന്ന നാളികേരം, ചെറിയ വെച്ച നാളികേരം അതിൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന അവില് ചേർക്കുക. അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കടലയും അണ്ടിപ്പരിപ്പും, ഇനി അതിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരി വേണമെങ്കിൽ ചേർക്കാം, പൊട്ടുകടല വേണമെങ്കിൽ ചേർക്കാം. കാരണം ഇതെല്ലാം നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ചേർത്ത് ഇളക്കുന്നു. അതിലേക്ക് നമ്മൾ ലേശം കൂടി നെയ്യ് ചേർത്തു. അപ്പം നല്ലൊരു മണവും അതിനൊരു നല്ല മാർദ്ദവും, കാരണം ഇത് നമുക്കിങ്ങനെ ഉണ്ടയായിട്ട് നമുക്ക് ഉരുട്ടണമല്ലോ. അപ്പം അതിന് ആ ഒരു മാർദ്ദവത്തിനും അതുപോലെ തന്നെ നല്ല മണത്തിനും, അത് മാത്രമല്ല നല്ലൊരു എനർജി സോഴ്സുമാണ് കുട്ടികൾക്ക് നെയ്യ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തു, ഗ്യാസിൽ നിന്ന് എടുത്തു, നല്ല ചൂടുണ്ട്. അത് ഒരു കിണ്ണത്തിലേക്ക് പതുക്കെ മാറ്റുകയാണ്. ഇനി അതൊന്ന് തണുക്കണം അല്ലേ വത്സലേച്ചി? വത്സലേച്ചിയെ കാണിച്ചില്ലല്ലോ, വത്സലേച്ചിനെ കാണിച്ചില്ല. ഓക്കെ, വത്സലേച്ചിയാണ് ഇങ്ങനത്തെ പരിപാടികൾ, ഇങ്ങനത്തെ സ്നാക്കുകളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് പുതുത് കണ്ടുപിടിച്ചുണ്ടാക്കി തരുന്ന ആള്. അപ്പോൾ അത് കാണുമ്പോഴാണ് എന്നാൽ നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും കരുതാറുള്ളത്. കാരണം ഇതിലൊന്നും എന്താ പറയുക, നമ്മൾ മായവും മന്ത്രവും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്, നല്ല സംഗതികൾ മാത്രം. ഞങ്ങൾ അവലൊക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരിക. അപ്പം അതുകൊണ്ട് അതൊക്കെ നല്ല നാടൻ സംഭവങ്ങളാണ് ഇതിലിട്ടിരിക്കുന്ന എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ എന്താണ് അവലുണ്ട അല്ലേ വത്സലേച്ചി? അപ്പോൾ ഞാൻ ഇതുണ്ടോ, ഇതായിരുന്നു വത്സലേച്ചി ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്ന ആ ഉണ്ട. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ഒരു ഡബ്ബയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്, ഉമ്മർത്ത് വെക്കും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഒന്നെടുത്ത് തിന്നും, ഇങ്ങോട്ട് വരുമ്പോഴും ഒന്നെടുത്ത് തിന്നും, അങ്ങനെ ഇങ്ങനെ ഇതാ കണ്ടോ. അതാ ഞാൻ പറഞ്ഞത്, ആക്ച്വലി ഇത് നമുക്ക് ഒരു എത്ര ദിവസം വരെ ഇരിക്കും വത്സലേച്ചി? ഇത് ഇരിക്കില്ലേ? ഇരിക്കും. ഇത് കേട് വരില്ല. അപ്പൊ എന്തായാലും ഇത് അങ്ങനെ മാസക്കണക്കൊന്നും വെക്കില്ല, നമ്മൾ വേഗം തന്നെ തിന്നു തീർക്കും. വേണ്ടത് മാത്രം ഉണ്ടാക്കുക, അതായത് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ എത്ര സമയം എടുത്തത് നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പൊ ഒരു അരമണിക്കൂർ പോലും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നോക്കൂ, ഇതിൽ എന്തെങ്കിലും പറഞ്ഞു ചേച്ചി വീഡിയോ എടുക്കാനായ കാരണം അത്ര നേരം വൈകി. അത് ശരിയാ, വീഡിയോ എടുക്കാനായ കൊണ്ട് അത്ര നേരം വൈകി. മത്സരിച്ച് ഇതൊക്കെ ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആളാ. കാര്യം വീഡിയോ എടുക്കുമ്പോൾ അതിന് ഒക്കെ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അയ്യോ നിർത്ത് വീഡിയോ എടുത്തില്ല എന്ന് പറയും. അപ്പോൾ അതാ മത്സരിച്ച് പറഞ്ഞത്, വീഡിയോ എടുക്കണോണ്ടാണ് അരമണിക്കൂർ എടുത്തത്, അല്ലെങ്കിൽ അത്രയും സമയം വേണ്ടാന്ന്. ശരിയാ, അതെ, എളുപ്പമാവും. അപ്പം ഇതാണ് ഞങ്ങളിങ്ങനെ ഡബ്ബയിലാക്കി വെക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിന്നും. പാപ്പുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ പാപ്പുവിനെ ഇവിടെ ഓരോന്ന് തീറ്റിക്കാനാണ് ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റ്സ്, ആക്ച്വലി ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്താറുള്ളത്. കാരണം പരമാവധി ജങ്ക് ഫുഡിൽ നിന്ന് മാറ്റി നിർത്തുക, കുട്ടികളെ ഇത്തരത്തിലുള്ള ഈ ബർഗർ, അവൾക്കൊക്കെ എല്ലാ കുട്ടികൾക്കും അത് ഇഷ്ടമാണ്, അവൾക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ മാക്സിമം അതൊക്കെ വാങ്ങി കൊടുക്കാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ലൊട്ടിലൊടുക്ക് പരിപാടികൾ കൊണ്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകാംശമുള്ള ഭക്ഷണം കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട്, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷെ അറിയാത്ത ആർക്കെങ്കിലും ഞാൻ പറയുന്ന ഇന്നത്തെ ന്യൂജൻ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പണ്ടത്തെ നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങൾ തന്നെയായിരുന്നു, ഞങ്ങളെ കണ്ടുപിടിച്ച വിഭവങ്ങളൊന്നും അല്ല. പക്ഷെ എങ്കിൽ പോലും ഇന്ന് ഇതറിയാത്ത, സമയമില്ലാത്ത, വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളോട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമായതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക അല്ലേ വത്സലേച്ചി? അപ്പോൾ ഒരു ബൈ പറഞ്ഞോളൂ. ബൈ. ശരി, ബൈ.